മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഒരു മനോഹരമായ പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് ഏറ്റവും മനോഹരമായ, ഏറ്റവും സ്വാദിഷ്ടമായ വിരുന്നാണ്. നമുക്ക് ഏറ്റവും സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് തീർച്ചയായിട്ടും ദൈവം നമുക്ക് അതിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ വിരുന്ന് ആസ്വദിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലൂടെയും മാനസിക സംഘർഷങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു. നമ്മുടെ ജീവിതം ഭാരപ്പെട്ടതായിട്ട്, വഹിക്കാൻ സാധിക്കാത്തതൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ദൈവം ഒരുക്കിയിരിക്കുന്ന സുന്ദരമായ വിരുന്ന് പലതും നമുക്ക് പലപ്പോഴും കൈപ്പേറിയ വിരുന്നുകളായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് അതിൻ്റെ മാധുര്യതയിൽ, അതിൻ്റെ രുചിയിൽ അനുഭവിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ഒരു വിരുന്നൊരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ കാണാം. ആ ദൈവത്തിന് നമുക്ക് നന്ദിയും ആരാധനയും കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുവാനും ശ്രമിക്കാം. ഈ പ്രപഞ്ചത്തോട് ചേർന്ന്, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും ചേർന്ന് നമുക്കും ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഈ പ്രഭാതത്തിൽ ചെയ്യാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാത വിരുന്നിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ടും അപേക്ഷിക്കാം. അമ്മയുടെ വാത്സല്യവും സ്നേഹവുമാണ് മാതാവിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു പ്രത്യേകമായൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ശിഥിലങ്ങളായ കുടുംബ ബന്ധങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒത്തിരി കുടുംബങ്ങൾ തകർച്ചയുടെ വഴികളിലൂടെ കടന്നു പോകുന്നുണ്ട്. തകർന്ന കുടുംബങ്ങളുണ്ട്, തകരാൻ പോകുന്ന കുടുംബങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാനായിട്ട് സാധിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വിട്ടുവീഴ്ചയില്ലായ്മ മൂലം, സംശയങ്ങൾ മൂലം ഒക്കെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആ കുടുംബങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരസ്പരം മനസ്സിലാക്കിയും വിട്ടുവീഴ്ച ചെയ്തും സ്നേഹിച്ചും സഹിച്ചുമൊക്കെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള അനുഗ്രഹം അവർക്കെല്ലാവർക്കും കൊടുക്കണമേ എന്ന് നമുക്ക് ആ കുടുംബങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള എല്ലാ അനുഗ്രഹവും കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അവരെല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടും ഒരുങ്ങാം. ദൈവത്തിൻ്റെ വചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. മനുഷ്യൻ്റെ മജ്ജയിലും മാംസത്തിലും ഒക്കെ തുളച്ചു കയറി മാറ്റങ്ങൾ വരുത്തുന്നതിന് ശക്തിയുള്ളതാണ്. ആ വചനം നമ്മുടെ ജീവിതത്തെയും മാനസാന്തരത്തിലേക്കും നവീകരണത്തിലേക്കും കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം നമുക്ക് ശ്രമിക്കാം.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ് വചനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് പ്രത്യേകം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. മറ്റൊരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലതുകൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു. നിയമജ്ഞരും ഫരിസേയരും യേശുവിൽ കുറ്റം ആരോപിക്കുവാൻ പഴുതു നോക്കി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. പ്രിയപ്പെട്ടവരെ, കൈ നീട്ടി കൈ ശോഷിച്ച ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അവിടെ കണ്ടത്. എന്തുമാത്രം മനുഷ്യർ ആ മനുഷ്യനെ അന്നും അതിനു മുമ്പുമൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അവനെ സുഖപ്പെടുത്തണമെന്ന് തോന്നിയില്ല. ഒരുപക്ഷെ അവൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അവർ സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവനങ്ങനെ പറ്റിപ്പോയല്ലോ, കർത്താവ് എന്തുകൊണ്ട് അവനെ അങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ ചോദിച്ച് അവരൊക്കെ സങ്കടം പ്രകടിപ്പിച്ച് അവനോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈശോ അവനോട് അനുഭാവമൊന്നുമല്ല പ്രകടിപ്പിച്ചത്. സാപത്താണെന്നോ അന്നത് ശരിയാക്കാൻ സാധിക്കുകയില്ലെന്നോ എന്നൊന്നും ചോദിച്ചില്ല. അവനെ കൈ ശോഷിച്ചവനെ കൈ നീട്ടി അവൻ സുഖപ്പെടുത്തി വിടുകയാണ് അവിടെ ചെയ്തത്. ഈ ഒരു സുഖപ്പെടുത്തൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള ചില ഇടപെടലുകൾ അവരുടെയൊക്കെ ജീവിതത്തെ മെച്ചപ്പെട്ടതാക്കി അല്ലെങ്കിൽ അർത്ഥവത്താക്കി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എക്കാലത്തെയും മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്നു ആന്റൺ ചെക്കോവ്. അദ്ദേഹം എഴുതിയ ഒരു ചെറുകഥയുടെ പേര് ഭിക്ഷാടകൻ എന്നാണ്. ഭിക്ഷാടകൻ എന്ന ഈ കഥയിലെ പ്രധാന കഥാപാത്രം ലുഷ്കോവ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ ലുഷ്കോവ് ഒരു സംഗീത ട്രൂപ്പിലെ അംഗമായിരുന്നു. അദ്ദേഹം ആ സംഗീത ട്രൂപ്പിലെ അംഗമായിരുന്നപ്പോൾ മദ്യത്തിനും മറ്റു ദുശീലങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ട്രൂപ്പിൽ നിന്നും പുറത്തായി. അദ്ദേഹം പിന്നെ ഭിക്ഷ യാചിച്ചൊക്കെ ജീവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം കാണുന്നവരോടൊക്കെ ഭിക്ഷ യാചിച്ച് നുണയൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിച്ചാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. ഒരിക്കലും അദ്ദേഹം അഭിഭാഷകനായ സ്കോട്ട് സോവിൻ്റെ അടുത്ത് ചെന്ന് ഭിക്ഷ യാചിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിരുന്നു, അവിടെ നിന്നും ജോലിയിൽ നിന്നും എന്നെ പിരിച്ചുവിട്ടു, എനിക്ക് ജീവിക്കാനായിട്ട് നിവൃത്തിയില്ല, ഭക്ഷണം കഴിക്കാനൊരു മാർഗമില്ല, എന്തെങ്കിലുമൊക്കെ തരണമെന്ന് പറഞ്ഞു. അപ്പം ഈ സ്കോട്ട് സോവ് അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച വേറൊരു കാര്യം പറഞ്ഞ് ഇയാൾ എൻ്റെ അടുത്ത് വന്ന് കാശ് മേടിച്ചതല്ലേ, ഇപ്പോൾ വേറെ ഒരു കാര്യം പറഞ്ഞു വരുന്നത് ആ ആൾ തന്നെയല്ലേ താങ്കളെന്ന് ചോദിച്ചു. പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇയാൾ പറഞ്ഞ് ആ ആൾ തന്നെയാണ് ഞാൻ. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥ മുഴുവനും ഈ അഭിഭാഷകനായ സ്കോട്ട് സോവിനോട് പറയുകയുണ്ടായി. അപ്പോൾ സ്കോട്ട് സോവ് അയാളോട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് വരിക, നിനക്ക് ഞാനൊരു ജോലി തരാം, അതിനുശേഷം നിനക്ക് ഞാൻ കാശും തരാം എന്ന് പറഞ്ഞ് ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാചകക്കാരി ഓൾഗ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോട് പറഞ്ഞ് ഇവന് വിറക് വെട്ടുവാനായിട്ടുള്ള പണം കൊടുക്കാൻ പറഞ്ഞു. ആ സ്ത്രീ ഇയാളെ വിറക് വെട്ടുവാനായിട്ടുള്ള സ്ഥലവും കാണിച്ചു, അതിനുള്ള ആയുധവും ഇയാൾക്ക് കൊടുത്തു. പക്ഷേ ഈ സംഗീത ട്രൂപ്പിൽ പാട്ടും പാടിക്കൊണ്ടിരുന്ന നടന്ന ഇയാൾക്ക് വിറക് കീറാനോ
വീട്ടുപണി ചെയ്യാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഈ സ്ത്രീ അലറുകയും ഒച്ച വെക്കുകയുമൊക്കെ ചെയ്തിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ഇയാളെയുമായിട്ട് ഈ അഭിഭാഷകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പണിയൊക്കെ തീർന്നു, ഇയാളെ പറഞ്ഞു വിട്ടേക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഭിഭാഷകൻ അയാളുടെ കൂലി കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി മദ്യപാനത്തിലും ഇതുപോലെയുള്ള ശീലത്തിലും ഒന്നും പോയി നിങ്ങൾ വീഴരുത്. എന്നെക്കൊണ്ട് കഴിയുമെങ്കിലും മറ്റൊരു ജോലി ഞാൻ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഇയാളെ ഈ ലുഷ്കോവിനെ ഈ സ്കോർട്സോവ് പറഞ്ഞു വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ജോലിക്കുള്ള അവസരമുണ്ടായി. അപ്പോൾ ഈ ലുഷ്കോവ് ഈ സ്കോർട്സോവ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തൊരു ജോലിയുണ്ട്, നിങ്ങൾ അവിടെ പോയി ചേർന്ന് ജോലി ചെയ്യുക, അവിടെ മര്യാദയ്ക്കൊക്കെ നിന്നുകൊള്ളണം, അല്ലെങ്കിൽ എനിക്ക് നാണക്കേട് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ഈ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ജോലിക്കായിട്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് 2-3 കൊല്ലത്തേക്ക്, അത് കുറേ ദൂരെയായിരുന്നു, അതുകൊണ്ട് ഈ സ്കോർട്സോവിന് ഈ ലുഷ്കോവിനെ കാണാൻ സാധിച്ചൊന്നുമില്ല. 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ സ്കോർട്സോവ് ചെല്ലാനായിട്ട് ഇടയായപ്പോൾ ഇയാളെ കാണാനായിട്ടിടയായി. അപ്പോൾ അയാൾ നല്ല മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ച് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിന് കാണാനും കേൾക്കാനുമൊക്കെ ആയിട്ട് സാധിച്ചത്. അപ്പോൾ ഈ സ്കോർട്സോവ് ഇയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ട് നീ നന്നായിട്ട് ജീവിച്ചതിൽ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ ലുഷ്കോവ് പറഞ്ഞു, നിൻ്റെ വാക്കുകേട്ടല്ല ഞാൻ ഇങ്ങനെ മാറ്റം വരുത്താനായിട്ട് ശ്രമിച്ചതും നന്നായിട്ട് ജീവിക്കാനുമൊക്കെ തയ്യാറായത്, മറിച്ച് നിൻ്റെ വേലക്കാരിയായിട്ടുള്ള ആ ഓൾഗയുടെ പെരുമാറ്റം മൂലമാണെന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നെ വിറക് വെട്ടാനായിട്ട് നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് വിറക് വെട്ടാൻ അറിയത്തില്ലായിരുന്നു. മദ്യം കഴിച്ച് ലെവലില്ലാതെ നിന്ന് എനിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ ഈ ഓൾഗ എന്ന സ്ത്രീയാണ് ഇയാൾക്ക് വേണ്ടി വിറക് വെട്ടുകയും മറ്റു പണികളുമൊക്കെ ചെയ്ത് ഇയാളെ എന്നിട്ട് കൂലിയൊക്കെ മേടിച്ച് ഇയാളെ പറഞ്ഞു വിടുന്നതിനായിട്ട് ഇടയാക്കിയത് എന്ന്. അപ്പോൾ ഈ ഓൾഗയുടെ ആ സ്നേഹം നിറഞ്ഞ ആ നല്ല പെരുമാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്ന് ഈ ലുഷ്കോവ് പറയുകയുണ്ടായി. ഈ കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ലുഷ്കോവിനെ പോലെ എന്തുമാത്രം ആളുകളാണ് നമ്മുടെ മുമ്പിലൂടെയും കടന്നു പോകുന്നത്. മദ്യത്തിന് അടിമപ്പെട്ടവർ, അല്ലെങ്കിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ, എല്ലാവരാലും തള്ളപ്പെട്ടവർ, ഒന്നിനും കൊള്ളുകയില്ല എന്ന് കരുതുന്നവർ, മദ്യപാനികൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകളൊക്കെ നമ്മുടെ മുമ്പിലൂടെയും നമ്മുടെ ഇടയിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടാകാം. അവരുടെ ജീവിതത്തിലുള്ള അനർത്ഥങ്ങൾക്കെല്ലാം അവരല്ലേ ഉത്തരവാദി, ഞങ്ങളാരും അതിന് കാരണക്കാരല്ലല്ലോ എന്ന് പറഞ്ഞ് പലപ്പോഴും മാറി നിൽക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. അവരുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ പലപ്പോഴും തയ്യാറായെന്നും വരികയില്ല. എന്നാൽ ഈ ഓൾഗയെപ്പോലെ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു ചാനലായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു ദൈവകരുണയുടെ ചാനലായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിച്ചാൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട്, വ്യത്യാസം വരുത്തുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ഓൾഗ അവിടെ കാണിച്ചത് കേവലം മാനുഷികമായ ഒരു പ്രവൃത്തിയല്ല, അത് ദൈവകരുണയുടെ ഒരു ചാനലായിട്ട് അവൾ മാറുകയായിരുന്നു ചെയ്തത്. അവളുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ആ കരുണാർദ്രമായ സ്നേഹം പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. ഓൾഗ ഈ ലുഷ്കോവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ലുഷ്കോവ് നരകത്തിൽ പോകുമെന്ന് ഉള്ള ചിന്തയാണ് അവളെ ഈ ലുഷ്കോവിനോട് കരുണാപൂർവ്വം പെരുമാറുന്നതിനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന്. അവൾ ലുഷ്കോവിനോട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നീ നരകത്തിലാണ് ജീവിക്കുന്നത്, വരാനിരിക്കുന്ന ലോകത്തിലും അല്ലെങ്കിൽ മരണശേഷമുള്ള ജീവിതത്തിൽ നീ നരകത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ഇവൾ ഈ ലുഷ്കോവ് എന്ന ഭിക്ഷാടകനോട് പറയുകയാണ്. ഓൾഗ ഇയാളുടെ അവസ്ഥയോർത്ത് വിലപിക്കുക മാത്രമല്ല ചെയ്തത്, അവളെ കൊണ്ട് സാധിക്കാവുന്ന സഹായങ്ങൾ മുഴുവനും അവന് ചെയ്തു കൊടുക്കുകയുമാണ് ചെയ്തത്. നമ്മുടെ സ്നേഹവും കരുണയുമൊക്കെ
മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറായാൽ, അവരുടെ കരുണ കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്നാണ്. ഈശോ പറയുന്നത് അതാണ്. ദൈവമായ പിതാവ് നമ്മളോട് കാണിക്കുന്ന കരുണ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് കാണിച്ചുകൊണ്ട് പോകുന്നതിനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കണം. എപ്പോഴും കരുണ കാണിക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മറ്റുള്ളവരെ നേടിയെടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഓൾഗ എന്ന ആ പാചകക്കാരി, അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസമില്ലാത്ത ആ സ്ത്രീയുടെ കരുണാർദ്രമായ പെരുമാറ്റം ഈ ലുഷ്കോവ് എന്ന ഭിക്ഷാടകനെ മാറ്റി മറിക്കുകയുണ്ടായി. അത് അയാളുടെ ജീവിതത്തിൽ പുതിയ ഒരു ഉദയത്തിന് അവസരം കൊടുക്കുകയുണ്ടായി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കരുണയോടുകൂടി പെരുമാറുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് ഈ കഥയിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ടും കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരെ ആയിരിക്കുവിൻ എന്നും. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഈ ദിവസം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമുക്ക് തണലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചികമായ സ്വാധീനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും പ്രത്യേകമായിട്ട് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ധ്യാന കേന്ദ്രം വഴിയായിട്ടും ചാനൽ വഴിയായിട്ടും ലോകത്തിൻ്റെ അതിർത്തികൾ വഴി ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും ഈ ചാനലിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും അഭ്യർത്ഥിക്കുന്നു. മരിയൻ കൂടാരങ്ങളിലിരുന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് സാധിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. സ്നേഹം നിസ്തുല സ്നേഹം എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം ആഴക്കടലിലും ആഴമുള്ള സ്നേഹം.
ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. എന്നകതാരിൽ കുളിർത്തെന്നലായി എന്നും വീശിടും സ്നേഹം. എപ്പോഴും എൻ്റെ കൂടെ വസിക്കും എമ്മാനുവേലാം ദൈവം. എന്നകതാരിൽ കുളിർത്തെന്നലായി എന്നും വീശിടും സ്നേഹം. എപ്പോഴും എൻ്റെ കൂടെ വസിക്കും എമ്മാനുവേലാം ദൈവം. മാറിടാത്ത സ്നേഹം, മാറോടണച്ചിടും സ്നേഹം. മാറിടാത്ത സ്നേഹം, മാറോടണച്ചിടും സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. അമ്മയെപ്പോലെന്നും വാത്സല്യമേകിടും സ്നേഹപിതാവാം ദൈവം. സ്നേഹമമാഴിയിൽ എന്നെ കുളിപ്പിക്കും കാരുണ്യവാനാം ദൈവം. അമ്മയെപ്പോലെന്നും വാത്സല്യമേകിടും സ്നേഹപിതാവാം ദൈവം. സ്നേഹമമാഴിയിൽ എന്നെ കുളിപ്പിക്കും കാരുണ്യവാനാം ദൈവം. സ്നേഹമാണൻ ദൈവം, സ്നേഹിതനാകും ദൈവം. സ്നേഹമാണൻ ദൈവം, സ്നേഹിതനാകും ദൈവം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ദൈവസ്നേഹം നിസ്തുല സ്നേഹം, എന്നും നിലനിൽക്കും സ്നേഹം. ദൈവസ്നേഹം അത്ഭുത സ്നേഹം, ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. ആഴക്കടലിലും ആഴമുള്ള സ്നേഹം. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ശിരസ്സുകൾ നമുക്ക് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നല്ല ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പ്രഭാതവും നല്ല ഒരു ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.